വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ദൈവവചനവുമായി വന്നു നിൽക്കുവാൻ ഒരവസരം കിട്ടിയതിനെ ഓർത്ത്. അതിരുകളില്ലാത്ത ദൈവസ്നേഹത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇതുവരെ അറിയാത്ത ഒരു ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുക, അത് മനസ്സിലാക്കി തരിക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒരുപക്ഷെ ഈ ദേശത്ത് ആദ്യമായിട്ടായിരിക്കാം യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത്. എന്തു തന്നെയായാലും യേശുവിന്റെ സ്നേഹം ലോകം മുഴുവൻ വിളിച്ചു പറയണമെന്ന ആഹ്വാനവുമായി എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം ഞങ്ങൾ നാടിന്റെ പല ദേശങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, യേശു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, യേശുവിന്റെ വിശ്വാസത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അവന് ഉണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായ മാറ്റമാണ്. എൻ്റെ ജീവിതത്തിൽ യേശുവിനെ അറിയാതെ ജീവിച്ച കാലവും യേശുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള ജീവിതവും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മരുതോങ്കര ദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. യേശുവിനെ അറിയുന്ന ഒരു മതവിഭാഗത്തിൽ ജനിക്കുകയോ അതനുസരിച്ച് ജീവിച്ചു പോരുകയോ ചെയ്ത ഒരാളല്ല. എന്നാൽ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ എൻ്റെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ ജനിച്ച മതത്തിലോ എൻ്റെ മാതാപിതാക്കൾ ചൂണ്ടിക്കാണിച്ച വിശ്വാസത്തിനോ പരിഹാരം കാണാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ അന്വേഷിക്കുവാൻ തുടങ്ങി, ഈ ഭൂമിയിൽ ഒരു സത്യദൈവമുണ്ടോ എന്ന്. ആ അന്വേഷണത്തിന്റെ അവസാനം എന്നെ തേടി വന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് ഒരു സമുദായത്തിന്റെ ഒരു കൂട്ടരുടെ മാത്രം ദൈവമാണെന്നും ഒരു മതത്തിന്റെ നേതാവാണെന്നും മാത്രമായിരുന്നു ഞാൻ യേശുവിനെ കുറിച്ച് വിചാരിച്ചിരുന്നത്. എന്നാൽ എൻ്റെ വിചാരങ്ങളെയും ചിന്തകളെയും മാറ്റിക്കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ എന്നിലുണ്ടായ മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. സ്നേഹമുള്ളവരെ, ആ മാറ്റം നിങ്ങളോട് പറയുവാനും ലോകത്തുള്ള സകലരും ഇതിനെക്കുറിച്ച് അറിയണമെന്നുള്ള അതിയായ ആഗ്രഹവുമാണ് നിങ്ങളുടെ ദേശത്ത് എന്നെ എത്തിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങൾ BC എന്നും AD എന്നും കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും എന്താണ് BC എന്നും AD എന്നും പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് BC, എന്താണ് AD. ചരിത്രം പഠിച്ച ഏവർക്കും മനസ്സിലാകും BC എന്നും AD എന്നും. സ്നേഹമുള്ളവരെ, ചരിത്രത്തെ രണ്ടായി മാറ്റിയ ഒരു സംഭവ വികാസമാണ് BCയും ADയും. യേശുവിന് മുമ്പും യേശുവിന് ശേഷവും എന്നാണ് അതിന്റെ അർത്ഥം. സ്നേഹമുള്ളവരെ, ഒരു ചരിത്രത്തെ രണ്ടായി മാറ്റിയ ഒരു വ്യക്തിത്വമാണ് യേശുവിൻ്റെത്. യേശുവിന്റെ ആ വ്യക്തിത്വത്തെ പോലെ തന്നെ എൻ്റെ ജീവിതത്തിലും യേശുവിന് മുമ്പും യേശുവിന് ശേഷവും എന്ന രീതിയിൽ രണ്ടായി തരംതിരിക്കാം. യേശുവിന് മുമ്പ് ഞാൻ എൻ്റെ നാടിന് ശാപമായിരുന്നെങ്കിൽ, എൻ്റെ കുടുംബത്തിന് ശാപമായിരുന്നെങ്കിൽ, ഞാൻ കൂട്ടുകൂടി ഒരു ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ വളർന്നു വന്നുവോ അതുപോലെ സമൂഹത്തിൽ എല്ലാവിധ തോന്നിവാസങ്ങളും എല്ലാവിധ ചെയ്തികളും ചെയ്തു പോന്ന് ഒരു ദേശത്തിന് ശാപമായി ഞാൻ മാറിയിരുന്നു. എൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ പോയാൽ പലരെ പോലും ഞാനും നശിച്ചു പോകും എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരികയുണ്ടായി. സ്നേഹമുള്ളവരെ, എൻ്റെ വിശ്വാസം അനുസരിച്ച് എൻ്റെ മാതാപിതാക്കൾ ചൂണ്ടിക്കാണിച്ച ഞാൻ ജനിച്ചു വളർന്ന മതത്തിൽ ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഞാൻ ആ ദൈവത്തെയൊക്കെ ക്ഷണിച്ചെങ്കിലും എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവും വരികയും ചെയ്തില്ല എന്ന് മാത്രമല്ല, അനുദിനം ദുരിതത്തിലേക്ക്, കഷ്ടപ്പാടിലേക്ക് ഞാൻ താഴ്ന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ ഭൂമിയിൽ ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് മതങ്ങൾ ഉണ്ടെങ്കിലും
ഇതിൽ സത്യം ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയുവാനുള്ള ഒരു മാർഗം തുറന്നു തരണമേ എന്ന് ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഏതാണ് ജീവിക്കുന്ന ദൈവമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് നിഷ്കളങ്ക ഹൃദയത്തോടെ ഞാൻ ദൈവത്തോട് പറയുകയായിരുന്നു, നീ ഇങ്ങനെ ഒരു ജീവിക്കുന്ന ദൈവം ഭൂമിയിലുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ അത് അവതരിച്ച് എനിക്കത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ ഞാനതിൽ വിശ്വസിക്കാമെന്ന്. അങ്ങനെ നിരന്തരമായ എന്റെ പ്രാർത്ഥനയ്ക്കൊടുവിൽ എന്നെ തേടി വന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യേശുവിന്റെ സ്നേഹം എന്നെ തേടി വന്നത്. എന്റെ ദേശം എല്ലാ മതക്കാരും ഉൾപ്പെടുന്ന ഒരു ദേശമാണ് മരുതോങ്കര എന്ന് പറഞ്ഞാൽ. എന്റെ വീട്ടിൽ ഒരു ദിവസം ചെറിയ ലഘുലേഖകളുമായി ചെറിയ പുസ്തകങ്ങളുമായി കടന്നു വന്ന കുറച്ച് ചെറുപ്പക്കാർ. അവരെന്റെ വീട്ടിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇട്ട് പോയി. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് അതിന്റെ അന്നത്തെ കളർ പേജുകളൊക്കെ പറിച്ചെടുത്ത് നോട്ട് ബുക്ക് പൊതിയാൻ ഉപയോഗിച്ചു. പ്രിയമുള്ളവരെ, എന്നാൽ അതിലൊരു ചെറിയ പുസ്തകം, തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ അന്വേഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് എനിക്കൊരു ചെറിയൊരു ചിന്ത വന്നു. അതിന്റെ പുറകിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സിൽ ബന്ധപ്പെടുക എന്ന്. സ്നേഹമുള്ളവരെ, അന്ന് ഫോണോ അങ്ങനെയുള്ള ആൻഡ്രോയിഡ് ഫോണുകളൊന്നും ഉപയോഗിക്കുന്ന കാലമല്ല. എന്നാൽ ആദ്യമായിട്ട് ഞാൻ എന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ അഡ്രസ്സിൽ ലെറ്റർ എഴുതി. യേശുക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ. പ്രിയമുള്ളവരെ, അവരെന്റെ ജീവിതത്തിലേക്ക്, എന്റെ വീട്ടിലേക്ക് കടന്നു വരികയും യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരികയും ചെയ്തു. എന്നാൽ അവർ പറഞ്ഞതൊന്നും അക്ഷരം പ്രതി അനുസരിക്കാനോ അത് വിശ്വസിക്കുവാനോ ഞാൻ തയ്യാറായില്ല. ഞാൻ അവരുടെ കൂടെ പോയെങ്കിലും അവർ പറയുന്നത് കേട്ടിട്ടെങ്കിലും അത് ശരിയാണോ എന്ന് അന്വേഷിക്കുവാൻ എന്റെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ടായി. ഞാൻ നിരന്തരമായി ഈ യേശുക്രിസ്തു സത്യദൈവമാണോ എന്നറിയുവാൻ വേണ്ടി ഞാൻ പരീക്ഷിച്ചു. എന്റെ ജീവിതത്തില് ഒരിക്കലും നടക്കാൻ കഴിയാത്ത കാര്യങ്ങള്, ഒരിക്കലും മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത എന്റെ പ്രശ്നങ്ങളിലേക്ക് ഞാൻ യേശുവിനെ ക്ഷണിക്കുകയായിരുന്നു. അനവധിയായ പരീക്ഷണങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ വെച്ച് ചെയ്യുവാൻ തുടങ്ങി. ആ പരീക്ഷണങ്ങളിലൊക്കെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത എന്റെ പ്രശ്നങ്ങളിലൊക്കെ എന്റെ ദൈവം യേശു കടന്നു വന്നു. അന്ന് എനിക്ക് മനസ്സിലായി, ഈ സ്നേഹത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ള അടങ്ങാത്ത എന്റെ ആഗ്രഹം യേശുവിനെ കുറിച്ച് എവിടെ പറയുന്നോ അത് യാതൊരു മതത്തിന്റെ വേലിക്കെട്ടുകൾ ഒന്നും നോക്കാതെ യേശുവിനെ പറയുന്ന പുസ്തകങ്ങളെല്ലാം വായിച്ചുകൊണ്ട് കൂടുതൽ ഞാൻ മനസ്സിലാക്കുവാൻ തുടങ്ങി. അതിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നതിനനുസരിച്ച് എന്നെ ഈ സ്നേഹം വാരിപ്പുണരുന്നതും എന്നെ കൂടുതൽ ഒരു പുതുപുത്തൻ മനുഷ്യനാക്കി മാറ്റുന്നതും എന്റെ ചിന്താഗതികളെയൊക്കെ മാറ്റുന്നതും എന്റെ ജീവിതത്തിൽ ക്രമമായി എന്റെ മാറ്റം വരുന്നതും ഒക്കെ ഞാൻ അനുഭവിച്ചറിയുകയാണ് ഉണ്ടായത്. സ്നേഹമുള്ളവരെ, ആ സ്നേഹം എന്നെ വല്ലാതെ പൊതിഞ്ഞു. എന്നാൽ എന്റെ ദേശത്ത് എന്റെ മതത്തിൽപ്പെട്ട ആൾക്കാരോട്, എന്റെ കുടുംബാംഗങ്ങളോടൊക്കെ ഈ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ അവരതിനെ എതിർക്കുകയും ശക്തിയുക്തം അതിനെ എന്നോട് എതിർത്ത് പറയുകയാണ് ചെയ്തത്. എന്നാൽ ഈ സ്നേഹം എന്നെ അഗാധമായി എന്നെ സ്പർശിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ അനുഭവമാണ് നമ്മുടെ ഓരോ തീരുമാനമെടുക്കുവാനും പ്രേരിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ വലിയ അനുഭവങ്ങളാണ്, ഓരോ ചെറിയ അനുഭവങ്ങളാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ദേശത്തൊരു നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ പറയും, സുഹൃത്തെ, ഇന്ന രോഗത്തിന് നീ ആ ഡോക്ടറെ പോയി കണ്ടാൽ നിനക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന്. അവരങ്ങനെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, എന്റെ ജീവിതത്തിലുള്ള അനുഭവമാണ് യേശുവിനെ വിശ്വസിക്കുവാനും യേശുവിന്റെ ജീവിത രീതിയെ പിന്തുടരുവാനും പ്രേരിപ്പിച്ചത്. യേശു ഒരു മതത്തിന്റെ ദൈവമല്ല, ഈ ഭൂമിയിലേക്ക് വന്ന സകല മർത്യരുടെയും ദൈവമാണെന്ന് ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി, ബൈബിളിൽ കൂടി നീ മനസ്സിലാക്കി. യേശു സ്നേഹത്തിന്റെ പര്യായമാണെന്ന് ഞാൻ ബൈബിളിൽ കൂടെ മനസ്സിലാക്കി. യേശുവിന് യാതൊരുവിധ തരംതിരിവോ മനുഷ്യന് മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ സാമ്പത്തികത്തിന്റെ പേരിലോ ഒന്നും മനുഷ്യനെ മാറ്റി നിർത്തുകയോ തരംതിരിച്ചു കാണുകയോ ചെയ്യാത്ത സ്നേഹമാണ് യേശുവിന്റെ സ്നേഹമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, ആ സ്നേഹം എന്നെ ഒരു പുതുപുത്തൻ മനുഷ്യനാക്കുകയാണ് ചെയ്തത്.
ഒരു നാളിൽ ഒരു ദേശത്തിന് ശാപമായിരുന്ന ഞാനും എന്റെ കൂട്ടുകാരും, ഒരു ദേശത്തിന് എപ്പോഴും അപകടമായിരുന്ന ഞാനും എന്റെ കൂട്ടുകാരും അതിൽ നിന്ന് മാറി ഞാൻ പൂർണ്ണമായി യേശുവിൽ വിശ്വസിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്റെ ജീവിതത്തിൽ ഭൗതികമായും ആത്മീയമായും വളരെ മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെയാണ് ഈ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ, നിങ്ങളോടും ഈ സത്യം പറയുവാൻ നിങ്ങളുടെ ദേശത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, യേശുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഇങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം ലോകത്ത് നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയില്ല. യേശുവിനെ, ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ അന്നത്തെ യഹൂദർ വധിക്കുകയായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ വധിച്ചത് എന്താണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. ഇവിടെ ജനിച്ചു കഴിഞ്ഞവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും വേണ്ടി യേശു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് ക്രൂശിൽ മരിച്ചത്. സ്നേഹമുള്ളവരെ, അവസാനത്തുള്ളി രക്തം വരെ ശത്രുവിനെ സ്നേഹിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്നേഹമാണ് യേശുവിൻ്റെത്. അങ്ങനെ ഒരു സ്നേഹത്തെ കുറിച്ച് ഞാൻ അതുവരെ കേട്ടിട്ടില്ലായിരുന്നു. സ്നേഹമുള്ളവരെ, യേശുവിനെ ക്രൂശിൽ തറച്ച് കൊല്ലുമ്പോൾ അന്ന് ഇസ്രായേലിൽ സാബത്ത് എന്ന് പറഞ്ഞൊരു ആചാരം നിലവിലുണ്ടായിരുന്നു. അന്ന് വധശിക്ഷയ്ക്ക് വിധിക്കുന്നവർ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പേ വധിക്കപ്പെടണമെന്ന് സാബത്തിന്റെ ഒരു നിയമമായിരുന്നു. യേശുവിനെ രാവിലെ ക്രൂശിൽ തറച്ചപ്പോൾ ഇടതും വലതും 2 കള്ളന്മാരെ കൂടിയാണ് ക്രൂശിൽ തറച്ചത്. എന്നാൽ വലത് സൈഡിലുള്ള കള്ളൻ യേശുവിനോട് പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവമാണ്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീ പറുദീസിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന്. എന്നാൽ ഇടതു സൈഡിലുള്ള കള്ളൻ യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. നീ ദൈവത്തിന്റെ പുത്രനാണ്, നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഈ ഭൂമിയിൽ സകല മനുഷ്യർക്കും നന്മയായി വന്നതാണെങ്കിൽ എന്തുകൊണ്ട് ക്രൂശിൽ നിന്ന് നിനക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങളെയും കൂടി രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ഇടതു സൈഡിലുള്ള കള്ളൻ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ വലതു സൈഡിലുള്ള കള്ളൻ പറയുന്നുണ്ട്, നമ്മൾ തെറ്റു ചെയ്തിട്ടാണ് ശിക്ഷയ്ക്ക് അർഹരായിട്ടുള്ളത്, എന്നാൽ ഒരു ചെയ്യാത്ത യേശു വധിക്കപ്പെടുന്നത് ന്യായമല്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ വധിക്കപ്പെടുന്നത് ന്യായമാണ്, എന്നാൽ യേശു വധിക്കപ്പെടുന്നത് ന്യായമല്ല എന്ന് ആ വലതു സൈഡിലുള്ള കള്ളൻ പറയുകയാണ്. പിന്നീട് യേശുവിനോട് ആ വലതു സൈഡിലുള്ള കള്ളൻ പറയുകയാണ്, നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന്. അവസാന നിമിഷത്തെ ആ കള്ളന്റെ പ്രാർത്ഥന യേശു കേട്ടു. യേശു അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ സമയം മുതൽ നീ പറുദീസയിലായിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, യേശു മരിച്ചോ നോക്കുവാൻ വേണ്ടി ഒരു കണ്ണ് കാണാത്ത ഒരു ഭടൻ യേശുവിന്റെ നെഞ്ചത്തേക്ക് തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് കുത്തി ഇറക്കുന്നുണ്ട്. സർവ്വരക്തവും വെള്ളവും വാർന്നു തീർന്ന യേശുവിന്റെ നെഞ്ചിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ആ ഒരു കണ്ണ് കാണാത്ത അന്ധന്റെ കണ്ണിലേക്ക് തെറിക്കുകയും ആ ഓൺ ദി സ്പോട്ടിൽ ആ കള്ളന് കാഴ്ച ലഭിക്കുകയും ചെയ്യുന്നത് കാണാം. നമുക്ക് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിൽ ആ രംഗം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവസാനത്തുള്ളി രക്തം വരെ ശത്രുവിനെ സ്നേഹിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം ലോകത്ത് കാണാൻ കഴിയില്ല. യേശുവിന്റെ സ്നേഹം സകലരെയും സ്നേഹിക്കുന്ന, സകലരെയും മാറോടണക്കുന്ന, സകലരെയും സാന്ത്വനമാകുന്ന സ്നേഹമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സ്നേഹമായി കാണുന്നത് ഒരു കുഞ്ഞിനോട് പെറ്റമ്മ കാണിക്കുന്ന സ്നേഹമാണ്. എന്നാൽ ദൈവം പറയുന്നു, യേശു ബൈബിളിൽ കൂടി പറയുകയാണ്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി യേശു പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ സ്നേഹത്തിന് പകരം വെക്കുവാൻ ഒന്നുമില്ല. ലോകത്തിലുള്ള നിരവധി നേതാക്കൾ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ശക്തമായി വ്യക്തമായി പുസ്തകങ്ങൾ എഴുതുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയാവുന്ന ലോകപ്രശസ്തനായ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ഹൈന്ദവ മതത്തിന്റെ ഒരു ആചാര്യനായിരുന്നു.
ആ സ്വാമി വിവേകാനന്ദൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന്. സത്യാനന്ദ പർവം എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, യേശുക്രിസ്തു ജീവിക്കുന്ന സ്ഥലത്താണ്, അതായത് നസ്രത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതെങ്കിൽ എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ യേശുക്രിസ്തുവിന്റെ കാല് കഴുകുമെന്ന്. സ്നേഹമുള്ളവരെ, വേറെ ഒരാളെ കൊണ്ടും സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തന്റെ കാൽ മുറിച്ച് കാലിലെ രക്തം കൊണ്ട് കഴുകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. തന്റെ ചങ്കിലെ ചോര കൊണ്ട്, സ്വാമി വിവേകാനന്ദന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ യേശുവിന്റെ കാല് കഴുകുമെന്ന് പറയണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രുചിച്ചറിയുകയും ആ സ്നേഹത്തെ മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്വാമി വിവേകാനന്ദൻ പിന്നെ നമ്മളോട് പറയുകയാണ്, ലോകത്തിലുള്ള എല്ലാ ദേശത്തു നിന്നും യേശുവിന്റെ സുവിശേഷകർ ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലേക്കും ഗ്രാമാന്തരങ്ങളിലേക്കും ഞാൻ ക്ഷണിക്കുകയാണ്. അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് ലോകത്തിലുള്ള ഭാരതത്തിലുള്ള എല്ലാവരും അറിയട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, ദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ, അതും സത്യദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെയാണ് പിൻചൊല്ലേണ്ടത്, യേശുവിനെയാണ് ആരാധിക്കേണ്ടതെന്ന് സ്വാമി വിവേകാനന്ദൻ നമ്മളോട് പറയുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള അതിർവരമ്പുകൾ, നമുക്ക് ചിലപ്പോൾ ഒരു മുൻധാരണകൾ യേശുവിനെ കുറിച്ച് ഉണ്ടാകാം. ഒരു മതത്തിന്റെ നേതാവാണെന്നും ഒരു മതപുരോഹിതനാണെന്നും ഒരു വിഭാഗത്തിന്റെ മാത്രം ദൈവമാണ് യേശുവെന്നും ഒരു മുൻധാരണ നമുക്കുണ്ടാകാം. എന്നാൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാകും, ആ മുൻധാരണകൾ നമുക്ക് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ തന്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന പുസ്തകത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധി എഴുതി വച്ചിരിക്കുന്നു, യേശുവിനെയാണ് ഞാൻ എന്റെ ജീവിതത്തിലെ ആദർശത്തിന്റെ ഭാഗമായി ഞാൻ കണ്ടിരിക്കുന്നത് യേശുവിനെയാണെന്ന്. മഹാത്മാഗാന്ധി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഒരു കരണത്തടിക്കുമ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഗാന്ധിജി കടമെടുത്ത് പറയുകയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ബൈബിളിലെ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷമാണ് ഗാന്ധിജി ജീവിതത്തെ ഒരു പുതുപുത്തനാക്കി മാറ്റിയത്. അതൊരു രാജ്യത്തിന് തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ആ വിശ്വാസം മാറുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, നമ്മുടെ മാതൃഭൂമി, നിങ്ങൾ നിരന്തരം എല്ലാ ദിവസവും വായിക്കുന്ന മാതൃഭൂമി ദിനപത്രം, അതിന്റെ ഫൗണ്ടർ KP കേശവമേനോനാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാതിരിക്കാം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് യേശുദേവൻ എന്നാണ്. എന്തുകൊണ്ടായിരിക്കും തന്റെ ആത്മകഥയ്ക്ക് KP കേശവമേനോൻ യേശുദേവൻ എന്ന് പേരിട്ടത്? പ്രിയമുള്ളവരെ, KP കേശവമേനോന്റെ ജീവിതത്തെ അഗാധമായി സ്പർശിച്ച സ്നേഹമാണ് യേശുവിൻ്റെത്. അതുപോലെ എണ്ണിയാൽ തീരാത്ത നേതാക്കൾ, നമ്മുടെ സാഹിത്യകാരനായ ശ്രീ പെരുമ്പടവൻ ശ്രീധരൻ, യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞ പുസ്തകം. അദ്ദേഹം പറയുകയാണ്, ജീസസ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന്. അതുപോലത്തെ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന, സ്വാധീനിക്കുന്ന സിനിമാ നടന്മാരും അതുപോലത്തെ അല്ലാത്തവയുമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പിൻചെല്ലുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിനെ രക്ഷകനും നാഥനുമായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറിമറിയും. അതിന് യാതൊരുവിധ മതത്തിന്റെ നിയന്ത്രണമോ അല്ലെ ഒരു മതത്തിന്റെ ഉള്ളിലോട്ട് ചേക്കേറണമോ എന്നൊന്നുമില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ എവിടെയാണോ, നിങ്ങളുടെ റൂമുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക്, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക്, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളിലേക്ക്, ആരും നിങ്ങളെ സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, ഈ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് കേട്ടു. എന്റെ ഈ പ്രശ്നത്തിലേക്ക് നീ കടന്നു വരികയാണെങ്കിൽ ഞാൻ ഈ സ്നേഹത്തെ വിശ്വസിക്കാമെന്ന മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും അത് നാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ദൈവം യേശു കടന്നു വരികയും അത് വളരെ സാവധാനത്തില് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഓരോരുത്തരുടെ അനുഭവമാണ് ഓരോരുത്തർക്ക് വലുത്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് ഈ സുവിശേഷം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഒരു ദൈവമായിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഗുരുവായിരിക്കേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി നമുക്ക് യേശു വരച്ചു കാട്ടുന്നുണ്ട്. യേശു പറയാണ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ
കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. സത്യമല്ലേ സഹോദരനെ? നമുക്ക് ദൈവം തന്റെ ചാഴിയിലും രൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ അയൽപക്കത്തുള്ള മനുഷ്യരെ സ്നേഹത്തോടെ നോക്കുവാനും ചിരിക്കുവാനും അവരുടെ സ്നേഹത്തോടെ അവരെ സഹായിക്കുവാനും അവരുടെ ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലും അവരോട് കൂടെ നിൽക്കുവാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മൾ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമുക്ക് ഒരു വെറും വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് തന്നെ മാറിപ്പോകും. പ്രിയമുള്ളവരെ, നമ്മൾ കഥയറിയാതെ പലപ്പോഴും ആട്ടം കാണുന്നവരായി പോകുന്നുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന മതവിശ്വാസത്തിലാണ് നമ്മൾ വിശ്വാസം രൂപപ്പെടുത്തുന്നതും അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. എന്നാൽ നമ്മുടെ മതവിശ്വാസത്തെയോ വിശ്വാസത്തെയോ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അത് വളരെ ദേഷ്യത്തോടെ, അമർഷത്തോടെ മറ്റുള്ളവരോട് അതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ മതത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട്, നമ്മൾ ആ മതവിശ്വാസത്തിൽ പിന്തുടർന്നത് കൊണ്ടാണ് നമുക്ക് അതിനെ നമ്മൾ ശക്തിയുക്തം അതിനുവേണ്ടി വാദിക്കുന്നത്. എന്നാൽ സത്യം ഏതാണെന്ന് അന്വേഷിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചാൽ ആ സത്യം നമ്മളെ തേടി വരും. അപ്പോൾ സകലരെയും ഉൾക്കൊള്ളുവാനും സകല മനുഷ്യരെയും സ്നേഹിക്കുവാനും ദൈവം നമ്മൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് അഗാധമായി എന്നെ സ്പർശിച്ചതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും യേശുവിന്റെ സ്നേഹം പൊതിയട്ടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഗുരു എങ്ങനെയായിരിക്കണമെന്ന്, ഒരു ദൈവം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി യേശു ക്രിസ്തു കാണിച്ചു തരുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരായ 12 പേരുടെ കാല് കഴുകിക്കൊണ്ടാണ് യേശു നമുക്ക് മാതൃക തരുന്നത്. നിങ്ങൾക്ക് ലോകത്ത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഒരു ദൈവം എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് വന്ന ഒരു രക്ഷിതാവ് ആരുടെയെങ്കിലും കാല് കഴുകിയതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നമുക്ക് മറ്റുള്ളവരെ ഒരു കാല് കഴുകാൻ നമുക്ക് മനസ്സുണ്ടാകുമോ? എന്നാൽ യേശു പറഞ്ഞു, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ഇതുപോലെ ചെയ്യുവിൻ എന്ന്. സ്നേഹമുള്ളവരെ, യേശുവിന്റെ സ്നേഹത്തിന് പകരം വയ്ക്കുവാൻ ഒന്നും തന്നെയില്ല. ഒരു മനുഷ്യനെ മാറ്റുവാൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പിടിച്ചടക്കുന്ന ഒരു സ്നേഹം, ആ സ്നേഹത്തെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധ അതിർവരമ്പുകളും, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധ മുൻധാരണകളും എടുത്തു മാറ്റി ഈ സ്നേഹത്തെ നിങ്ങൾ ഹൃദയത്തിലേക്ക് വിളിക്കണം. ഈ സ്നേഹം നമ്മളെ ഒരു പുതിയ മനുഷ്യനായി നമ്മളെ മാറ്റും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാപത്തിന്റെ അല്ലെ ഒരു ബലഹീനതയുടെ പിടിയിലായിരിക്കും നമ്മളത്. അനുദിനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ, പക്ഷെ പറ്റുന്നില്ല. എന്റെ കൂട്ടുകാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോ 1-ാം തീയതി ആകുമ്പോഴും അവര് ഇന്ന് തൊട്ട് ഞങ്ങൾ വെള്ളമടി നിർത്തും, നാളെ മുതൽ പുതിയ മനുഷ്യരാ, അവരുടെ ആഗ്രഹമൊക്കെ. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. എത്രയോ വർഷങ്ങളായിട്ട് അവർക്കത് സാധിക്കുന്നില്ല. എന്നാൽ അവരുടെ മതത്തിലുള്ള വിശ്വാസപ്രകാരം എല്ലാ വർഷവും അവർ ആചരിക്കുന്ന ആചാരങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് യേശുക്രിസ്തു ബൈബിൾ കൂടെ നമ്മളോട് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇപ്പോഴുള്ള വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ മാറ്റി ചിന്തിക്കണം എന്നുള്ളൊരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ വിശ്വാസം നമ്മളെ ഇപ്പോൾ രക്ഷിക്കുന്നില്ലെങ്കിൽ മാറ്റി ചിന്തിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. അത് യാതൊരു മതത്തിന്റെ അകമ്പടിയോടെയോ യാതൊരുവിധ അങ്ങനെയുള്ള കെട്ടുറപ്പുകളോടെ അല്ല. നിങ്ങൾ എവിടെ ഇരുന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ ഹൃദയം നൊന്ത് കരഞ്ഞ് ദൈവത്തെ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വിളിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അത് എന്റെ ഉറപ്പാണ്, അത് വാഗ്ദത്തമാണ്, ബൈബിൾ തരുന്ന വാഗ്ദത്തമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുകയും ഏറ്റവും കൂടുതൽ ആൾക്കാരെ നന്മയിലേക്കും സത്യത്തിലേക്കും നയിക്കുകയും ചെയ്ത ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ആ ബൈബിളിന്റെ ഓരോ ചെറിയ കോപ്പികൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സൗജന്യമായി തന്നെ അതെല്ലാവർക്കും വിതരണം ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ അത് വളരെ സൗജന്യമായി തന്നെ നിങ്ങൾക്കത് തരുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ സുവിശേഷം, യേശുവിന്റെ സ്നേഹം
ഒരു പുതിയൊരു മാറ്റമായി ഉൾക്കൊള്ളട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദേശത്ത് വന്ന് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച്, അത് കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ആ സഹിഷ്ണുതയെക്കുറിച്ച് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ഈ ദേശം എന്നും ഒരു അനുഗ്രഹത്തിന്റെ നാടായി മാറട്ടെ. ഇനി ഞങ്ങൾ ഈ ദേശത്തേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ യേശു വലിയ അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് അനുഭവിച്ചറിയുവാൻ, കേട്ടറിയുവാൻ ഞങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ കേട്ട എല്ലാവരോടും യേശുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.